ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു സിമ്പിൾ ഫ്ലവർ ക്ലിപ്പാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്ലിപ്പാണ് ആൻഡ് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ 2 റിബൺസാണ് ആവശ്യമായിട്ടുള്ളത്. ആ ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ ലീഫിന് വേണ്ടിയിട്ടും പിന്നെ ഈ കാണുന്ന സിൽവർ കളറാണ് ഞാൻ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം കുറച്ച് ഡിഫറെൻ്റ് ആണ്, ബോർഡറിൽ കുറച്ച് ഷൈനിങ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലായിട്ട് കാണുക. പിന്നെ 2 അലിഗേറ്റർ ക്ലിപ്പ് വേണം, അതേപോലെ ലൈറ്ററും സിസറും നീഡിലും പിന്നെ ഒരു വൈറ്റ് പേൾ അതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ ഈ ഫ്ലവറിൻ്റെ പെറ്റൽ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഇതേപോലത്തെ ഒരു റിബൺ എടുക്കുക. അതിനുശേഷം അതിൻ്റെ 2 എൻഡും ഇതേപോലെ അകത്തേക്കും താഴേക്ക് മടക്കി വെച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഉരുക്കി ഫിക്സ് ചെയ്യുക. അതേപോലെ 2 സൈഡും ചെയ്യണം. അപ്പം നമുക്കൊരു ചെറിയൊരു ഹാഫ് സർക്കിൾ പോലെയുള്ളൊരു ഷേപ്പ് കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ പെറ്റൽസും എടുക്കാം. അപ്പോൾ നമുക്ക് 5 പെറ്റൽസാണ് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ 5 പെറ്റൽസ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്കൊരു എടുത്തിട്ട് ഇതിൻ്റെ ബേസിൽ കൂടി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു എൻഡിൽ നിന്ന് തുടങ്ങി അടുത്ത എൻഡ് വരെ റണ്ണിങ് സ്റ്റിച്ച്, സാധാരണ റണ്ണിങ് സ്റ്റിച്ച് ചെയ്താൽ മതി. അങ്ങനെ 1 by 1 ആയിട്ട് എല്ലാ പെറ്റൽസും അതിനകത്തേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, അതിനുശേഷം നമുക്കൊന്ന് വലിച്ച് നമ്മുടെ ഫ്ലവർ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റിൽ നമുക്കതൊന്ന് കെട്ടി അല്ലെങ്കിൽ ഒന്ന് ഫിക്സ് ചെയ്ത് കറക്റ്റായിട്ടൊന്ന് ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ എൻഡ്സൊക്കെ നന്നായിട്ട് ഭംഗിയായിട്ടൊന്ന് വിടർത്തി വെച്ചതിന് ശേഷം ഓരോ പെറ്റൽസും ഒന്ന് വിടർത്തി വെച്ചതിന് ശേഷം ലാസ്റ്റിൽ അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിച്ച് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു പേൾ അറ്റാച്ച് ചെയ്യണം. ഒരു വൈറ്റ് പേളാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്ലവറിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഏത് തരത്തിലുള്ള റിബൺ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ സാധാരണ സ്കൂളിലൊക്കെ കൊണ്ടുവന്ന ആ ടൈപ്പ് റിബൺ ആണെങ്കിലും മതിയാവും. ചെറിയ റിബൺ നോക്കി ഇതേപോലെ ചെയ്ത് വെക്കുക. അതിന് മാച്ചിങ് ആയിട്ടുള്ള പേളും അറ്റാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്ലവർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ലീവ്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പം ബാക്കിയുള്ള നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കുക. അപ്പോൾ ഞാനിവിടെ എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പെറ്റൽ പൊങ്ങിയിരിക്കുന്ന പെറ്റലൊക്കെ അതിൻ്റെ നടുക്കോട്ടൊന്ന് കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ലീഫ് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന പോലെ ഒത്തിരി എല്ലാ വീഡിയോസിലും ഞാൻ കാണിക്കുന്നതാണ് എൻ്റെ ലീഫ് എങ്ങനെയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ സംശയമുള്ളവർ അതൊന്ന് നോക്കുക. ഇതേപോലെ പിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ ടെയിലൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊന്ന് ഇതുപോലെ ഉരുക്കിയെടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലീഫും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ഫ്ലവറും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു ക്ലിപ്പിൻ്റെ മുകളിലേക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പം ഡയറക്റ്റ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ ഒരു ഫെൽറ്റ് ക്ലോത്ത് എടുക്കുക, അല്ലെങ്കിൽ ഒരു ഫോം ഷീറ്റ് എടുക്കുക. അപ്പോൾ അതിൻ്റെ ഇതേപോലെ സൈഡിൽ ഈ ഷേപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്ര വലിപ്പത്തിലുള്ള ഒരു ചെറിയൊരു ഫെൽറ്റ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. അതിന് മുകളിലേക്ക് കുറച്ച് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഫ്ലവർ അതിൻ്റെ മുകളിലേക്ക് ഒരു സൈഡിലായിട്ട് വെക്കണം. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ബാക്കി കാണുന്ന ആ ഫെൽറ്റ് ക്ലോത്ത് അത്രയും വേണ്ട, നമുക്ക് ബാക്കി കുറച്ച് കട്ട് ചെയ്ത് കളയേണ്ടി വരും, കുറച്ച് എക്സ്ട്രാ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര വലിപ്പം വേണ്ട. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആ 2 ലീഫും അതിൻ്റെ സൈഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ബാക്ക് സൈഡിൽ കൂടി നമുക്കിതുപോലെ ഫെൽറ്റ് ക്ലോത്ത് കാണാൻ പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അത് ലാസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ 2 ക്ലിപ്പ്, ഞാൻ 2 ക്ലിപ്പ് ചെയ്യുന്നത് എപ്പോഴും 2 ക്ലിപ്പ് ഉണ്ടാക്കി വെക്കുന്നത് ഭംഗിയായിരിക്കും. നമ്മുടെ കുട്ടികൾക്കൊക്കെ 2 സൈഡിലും വെച്ച് കൊടുക്കാൻ നല്ല രസമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെ രണ്ടാമത്തെ ഫ്ലവറിൻ്റെയും അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് 2 എണ്ണം. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിലേക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ബാക്കിയുള്ള എക്സ്ട്രാ പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് വയ്ക്കുക. ഇനി ആ അലിഗേറ്റർ ക്ലിപ്പ്, ഇത് ഞാൻ 4 സെൻറ്റിമീറ്റർ ഒരു അലിഗേറ്റർ ക്ലിപ്പാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ചെറിയൊരു റിബൺ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്കിത് നമ്മുടെ ഈ ഫ്ലവർ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്ലവർ. വളരെ ഈസി അല്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അവരവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഭംഗിയുള്ള ഹെയർ ക്ലിപ്സ് ഉണ്ടാക്കുക. ട്രൈ ചെയ്തവരൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക. ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള പുതിയ വീഡിയോസുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.